ആയിക്കോട്ടെ സ്മൃതി, ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയും പബ്ലിക് പ്രോസിക്യൂട്ടർ അടുത്ത ജാമ്യാപേക്ഷ എതിർക്കും, സ്വാഭാവികമാണ്. ഏത് കേസിലും, ദിലീപിൻ്റെ കേസിൽ തന്നെ ഏത് കേസിലും പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യം കൊടുക്കുന്ന എതിർക്കാൻ അടുത്ത കാരണങ്ങൾ അവർ കണ്ടെത്തും. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായി എല്ലാ കോടതിയിലും എല്ലാ കേസിലും കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ദിലീപിന് ജാമ്യം കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നതും എനിക്ക് എത്താൻ സാധിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് ദിലീപിനെ അവിടെ തടവിൽ പാർപ്പിച്ചുകൊണ്ട് തന്നെ പോലീസ് കുറ്റപത്രം കൊടുത്തുകൊണ്ട് വിചാരണ നേരിടാനുള്ള ഒരു ഒരുക്കമായി ഞാൻ ഇതിനെ കാണുന്നു. സ്മൃതി, അതിനെ ശരിവെക്കുന്നുണ്ട് ശ്രീ ജോർജ് ജോസഫ്. അത് ശരിയാണ്. കാരണം 60 ദിവസത്തിനകം ചാർജ് കൊടുത്തിരിക്കും. ജുഡീഷ്യൽ കസ്റ്റഡി ഇട്ട് തന്നെ ഈ കേസിൻ്റെ വിചാരണ നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇതിനകത്ത് ആ മൊബൈൽ ഫോണും മറ്റേതും നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അർത്ഥവ്യത്യാസമുണ്ട്. നശിപ്പിച്ചെങ്കിൽ എങ്ങനെ നശിപ്പിച്ചു എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ വക്കീൽ പ്രതിയോട് ചോദിക്കണം. നശിപ്പിച്ച് അടിച്ചു പൊളിച്ച് കളഞ്ഞതാണോ, കത്തിച്ച് കളഞ്ഞതാണോ, എവിടെയാണ് കളഞ്ഞത്, അതില്ല, അതിൻ്റെ സെഡിമെൻ്റ് എടുക്കണം. അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെഡിമെൻ്റ് എടുത്തിട്ട് അത് ഫോറൻസിക്കൽ അയച്ചിട്ട് ഇത് മൊബൈൽ ഫോണിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അത് പോലീസ് പറയാം. അല്ല നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനാണോ ചെയ്യില്ല, അത് എങ്ങനെ നശിപ്പിച്ചു എന്ന് എൻ്റെ അടുത്ത് പറയണം. ആ നശിപ്പിച്ച വിവരങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തണം. ഇന്ന വിധത്തിൽ അതിൻ്റെ സെഡിമെൻ്റ് എടുക്കുകയും ചെയ്യും, അതിൻ്റെ റെമിനൻസ് എടുക്കും. അപ്പോൾ അങ്ങനെയാണ് ആ അന്വേഷണം പോകേണ്ടത്. അപ്പോൾ അതേപ്പറ്റി നമുക്ക് ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഇതിനകത്ത് എൻ്റെ ഒരു കണക്ക് ഇതനുസരിച്ച് ഇതിനകത്ത് ദിലീപിലേക്കും പൾസറിലേക്കും മാത്രം 120B ഗൂഢാലോചന നിലനിർത്തിയാൽ, ഈ ഗൂഢാലോചന വേറെ ആർക്കും പങ്കില്ല എങ്കിൽ ഇതിനകത്ത് ഞാൻ 5-6 പേരുടെ അറസ്റ്റ് എന്ന് പറയുന്നത് ഈ ഗൂഢാലോചനയെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാവുന്ന ദിലീപിൻ്റെ ഏറ്റവും അടുത്ത വൃത്തക്കൾ, അവരും 182 IPC അത് പോലീസിനെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. ആ ചെറിയ കുറ്റത്തിന് അവരെ അറസ്റ്റ് ചെയ്യുന്നതാണ് ബുദ്ധി എന്നാണ് ഞാൻ പറയുന്നത്. ഗിവിങ് ഫാൾസ് ഇൻഫർമേഷൻ എല്ലാം ഉണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നതോ, അതുപോലെ തന്നെ അടുത്ത വൃത്തങ്ങൾ ഇങ്ങനൊരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് കൊട്ടേഷന് പങ്കെടുത്തെന്നല്ല, അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ ആ അറിവ് പറയാൻ അവരെല്ലാവരും നിയമപരമായിട്ട് ബാധ്യസ്ഥരാണ്. അങ്ങനെ പറയാതിരുന്നവരെ അറസ്റ്റിൽ ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുന്നതാണ് കേസിന് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ശ്രീ അജയകുമാർ, ഇനിയിപ്പോൾ ജാമ്യവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ജാമ്യം തടയാൻ മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്ന് പറയുന്നത് സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നുള്ളത് തന്നെയാണല്ലോ പുറത്തു വന്നാൽ. പക്ഷേ അത് എത്രത്തോളം ദുർബലമാണ്? കാരണം ഇപ്പോൾ ഇത്രയും പുറത്തു നിൽക്കുന്നവരെയൊക്കെ ചോദ്യം ചെയ്യുകയാണ്, മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടുണ്ട്, അവരിൽ നിന്നും ഒരു സാധനവും കിട്ടുന്നില്ല. അങ്ങനെയുള്ളവരെ ഇനി സ്വാധീനിക്കാൻ ഇദ്ദേഹം പുറത്തു വന്ന് ശ്രമിക്കുമെന്നാണോ? അല്ല, ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുക്കുമ്പോൾ, ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി എടുക്കുന്ന നിലപാടുകൾ നമ്മുടെ മുൻ കേസുകൾ അനുസരിച്ച് ഉള്ള ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അത് എടുക്കുന്നത് പുതിയതായി എന്തെങ്കിലും സാഹചര്യം ബെയിൽ കൊടുക്കാനുണ്ടോ, 2 ഈ ട്രയൽ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഈ പ്രതിയെ പുറത്തേക്ക് വിട്ടാൽ ട്രയലിൽ അതെന്തെല്ലാം റിപ്പർക്കഷൻസ് ഉണ്ടാക്കും. ഈ 2 കാര്യങ്ങളാണ് കോടതി കാര്യമായി ചിന്തിക്കുക. ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ പ്രധാന പ്രതികൾ 164 കൊടുത്തു എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് പ്രതിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം 164 കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നോർമൽ സാഹചര്യത്തിൽ വന്ന് വോളണ്ടറി ആയിട്ട് കോടതിയിൽ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് കൊടുക്കാൻ വിമുഖത ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ കരുതുന്ന സാക്ഷികളിൽ നിന്നാണ് നമ്മൾ എടുക്കുക. അവരുടെ ഈ 164 ബൈ ഇറ്റ്സെൽഫ് എവിഡൻസ് അല്ല. അവർ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് അതിന് അനുസൃതമായി കോടതിയിൽ മൊഴി കൊടുക്കുമ്പോഴാണ് അത് തെളിവ് നിയമം അനുസരിച്ച് സ്വീകാര്യമായ മൊഴിയാകുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ള ആളുകളെ സ്വാധീനിക്കാൻ ഒരു ചെറിയ അംശം പോലും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ബെയിലിനുള്ള സാധ്യത സാധാരണ കുറഞ്ഞാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് കേസാണ് ചന്ദ്രബോസ് കേസ്, അതായത് നിഷാം കേസ്. നിഷാം കേസിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ആ 164 കൊടുത്ത വ്യക്തി ആദ്യത്തെ ദിവസം ഒന്ന് മാറ്റി പറഞ്ഞു. പിന്നെ പൊതുസമൂഹത്തിൻ്റെ പ്രഷർ കൊണ്ട് അദ്ദേഹം എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് തിരിച്ചു മാറ്റി പറയേണ്ടി വന്നു. ഇതെല്ലാം കോടതിയുടെ മനസ്സിൽ ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന സ്വാധീനങ്ങൾ, പണവും പ്രതാപവും മറ്റ് രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവർക്ക് കാണിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കോടതി തീർച്ചയായും ഈ ബെയിൽ ആപ്ലിക്കേഷൻ സമയത്തും കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീയും അത് എത്രത്തോളം ശരിയാണ്? പൊതുസമൂഹം എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ സ്വാധീനം ഇക്കാര്യത്തിൽ എങ്ങനെ വരുന്നു, അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പോലീസിനെയും ഒരു തരത്തിൽ
ബാധിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നത് തന്നെ പോലീസ് ഒഴിവാക്കിയത് ദിലീപിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടല്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ തന്നെ പറയുന്നത്. ഈ പുറത്തെത്തിക്കുമ്പോൾ പല തവണയായി കോടതിയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിൽ കൂക്കിയിരുന്നവർ പിന്നെ ഒരു ഘട്ടത്തിൽ ഒരു ഭാഗമെങ്കിലും അദ്ദേഹത്തിന് കൈ കാണിക്കാനും ടാറ്റ കാണിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഉയർന്നു വരുന്നുണ്ട്. ഇതിങ്ങനെ തുടർച്ചയാവുമ്പോൾ അതിൻ്റെ എണ്ണം കൂടുമെന്നുള്ള ഒരു ആശങ്ക പോലീസിനുണ്ടായിരുന്നു. അതേസമയം പൾസ് സുനിയുമായി ബന്ധപ്പെട്ട് എത്ര തവണ പുറത്ത് കൊണ്ടുവരാമോ കൊണ്ടുവരട്ടെ എന്നുള്ള നിലപാടിലേക്കും പോലീസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണോ പുറമെ ആളുകൾ ചിന്തിക്കുന്നത് എന്നുള്ളത് പോലീസിനെയും സ്വാധീനിക്കുന്നുണ്ട്. അതങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. പോലീസ് പറയുന്ന കാര്യമാണ് റഹീം. അല്ല, അതൊരു ഓൾട്ടർനേറ്റീവ് പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഒരു ഓൾട്ടർനേറ്റീവ് പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പോലീസിന് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ ജാമ്യം തള്ളുക മാത്രമല്ല ചെയ്തത്. ശ്രീ അഡ്വക്കേറ്റ് അജയകുമാർ ഇവിടെയുണ്ട്. പക്ഷേ കോടതി അതിനകത്ത് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? കോടതിയുടെ ഫൈൻഡിങ്സ്, ഒരു പ്രൈമാ ഫേസിയുള്ള ഫൈൻഡിങ്സ് എന്തായിരുന്നു? വളരെ അപകടകരമാം വിധം അല്ലാതെ എഴുതിയിരുന്നത്. ദിലീപിൻ്റെ അപകടകരമാം വിധം, യാതൊരു സംശയമില്ല. അത് വളരെ അപകടകരമായ രീതിയായിരുന്നു. കാരണം എന്താ കാര്യം, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഉണ്ട്. ഈ കേസിൻ്റെ പല ഘട്ടത്തിലും ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഇപ്പോൾ ഒരുപാട് പേര് ശ്ലാഘിക്കുന്നുണ്ട്. ഈ കേസിനെ തള്ളി പറഞ്ഞവരായിരുന്നു. പോലീസ് തലപ്പത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാൾ എന്താ പറഞ്ഞത്? ഒരു തെളിവില്ല എന്നാണ്. ഹൈക്കോടതി വിധിയെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വന്നത് CTP സെൻകുമാറിൻ്റെ മുഖമാണ്. അദ്ദേഹം പറഞ്ഞെന്താ, ഒരു തെളിവുമില്ലാതെയാണ് ചോദ്യം ചെയ്തതെന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ട പറയട്ടെ, അതെ 3 മണിക്കൂർ ചോദ്യം ചെയ്തത് ഒരു തെളിവുമില്ലാതെ എന്നാണ്, ഒന്നുമില്ലാതാണ്. അല്ല, അതെ, അല്ല 10 മണിക്കൂർ 13 മണിക്കൂർ അത് തന്നെ പറഞ്ഞേ. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല. കേരളത്തിൻ്റെ പരമോന്നത നീതിപീഠം ഹൈക്കോടതി ഇതുവരെ ലഭ്യമായ തെളിവുകൾ ദിലീപിൻ്റെ ഭാഗം വക്കീലിലൂടെ ഒക്കെ കേട്ടതിന് ശേഷം എത്തിയ നിഗമനമാണ് ബെയിൽ ഗ്രാൻഡ് ചെയ്യാതെ തള്ളുക മാത്രമല്ല, ഈ അപകടകരമെന്ന് നമ്മളെല്ലാവരും പറയുന്ന വിധം എഴുതി വെച്ചത്. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ പറഞ്ഞവരെല്ലാം പൊതുസമൂഹത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മുൾമുനയിൽ നിർത്തിയവരുണ്ട്. വളരെ ശ്ലാഘനീയമാം വിധം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ വല്ലാതെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവരുണ്ട്. അവരെ യഥാർത്ഥത്തിൽ മാപ്പ് പറയുകയാണ് വേണ്ടത്. അത് ശരിയാണോ? അല്ലല്ലോ. അന്വേഷണം ശരിയായ വഴിയിലല്ലേ പോയത്, കൃത്യമായ വഴി. പിന്നെ കഴിഞ്ഞ തവണ ഹൈക്കോടതി കൃത്യമായി ഇതുവരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഇനി അതിനേക്കാൾ വലിയൊരു മാറ്റം, ഏതെങ്കിലും തരത്തിലൊരു വലിയ അത്ഭുതം എന്തെങ്കിലും ഇനി ഏത് അഭിഭാഷകരെ വെച്ച്. പക്ഷേ അപ്പോഴും പോലീസ് അതുവരെ കൊണ്ടുവന്നിരുന്ന തെളിവുകൾ അനുസരിച്ചാണല്ലോ കോടതിയുടെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അത് പോരാ എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ. അങ്ങനെയല്ല, അതുമാത്രമല്ല, പോലീസിൻ്റെ ഇതൊരു സെൻസിറ്റീവായ കേസാണല്ലോ. കോടതി മാനദണ്ഡങ്ങളിലേക്കാണ് സ്വാഭാവികമായും. പിന്നെ കിട്ടുന്ന തെളിവുകൾ, ആ തെളിവുകൾ നിസ്സാരമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ഔദ്യോഗിക രേഖ ഹൈക്കോടതി ഇത് പരിശോധിച്ചിട്ട് നടത്തിയ ഓർഡറാണ്. ബെയിൽ അതാണ് നമ്മുടെ മുമ്പിൽ ഔദ്യോഗികമായ മറ്റൊരു രേഖയില്ല. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരാരും ബ്രീഫ് ചെയ്തിട്ടില്ല. നമ്മുടെ എല്ലാം നിഗമനങ്ങളാണ്, പത്രവാർത്തകളെ ആശ്രയിച്ചും കേട്ടറിവും മാത്രമാണ്. പക്ഷേ അതിനെ ആധികാരികമെന്ന് അന്വേഷണ റിപ്പോർട്ടിനെ സമഗ്രമായി കണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പുറമേ അത് കേരളത്തിൻ്റെ പരമോന്നത നീതിപീഠമാണ്. ആ നീതിപീഠം കണ്ടിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന് നമുക്കൊരു കൃത്യമായ ഒരു ചിറ്റായിട്ട് എടുക്കാമല്ലോ. അതൊരു സർട്ടിഫിക്കറ്റ് ആണല്ലോ. ആ സർട്ടിഫിക്കറ്റ് എങ്ങനെയാ അന്വേഷണ സംഘത്തിനുള്ള വിലമതിപ്പ്? അന്തിമമല്ലല്ലോ റഹീം. മാത്രമല്ല അതേ കോടതിയിലേക്കാണ് വീണ്ടും ജാമ്യാപേക്ഷയുമായി പോകുന്നത്. അതല്ല, സജീവ ഞാനൊന്ന് തീർത്തോട്ടെ, ഒരു മിനിറ്റ്. വേറൊന്നുമല്ല, അതായത് നിലവിലുള്ള തെളിവുകൾ, ആ തെളിവുകൾ പറയൂ സജി പറയൂ. ഞാൻ ചോദിക്കുന്നത്, കോടതിയിൽ കേസ് ഡയറി വായിച്ചതിന് ശേഷമാണ് ജഡ്ജ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെളിവുകളൊന്നും അതോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കേസ് ഡയറി വായിച്ചതിന് ശേഷമാണല്ലോ ജഡ്ജ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. 19 കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ 19 കാരണങ്ങളുടെ തെളിവുകൾ പോലീസ് ഇനി ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് കുറ്റവാളിയായി നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുക. അപ്പോൾ കേസ് ഡയറി വായിച്ചതിന് ശേഷം സജിനന്ദാട്ടെ അപ്പോഴും കുറ്റവാളിയായി ചിത്രീകരിക്കാനാവില്ല. അതങ്ങനെ കുറ്റാരോപിതനാകും. അപ്പോഴും കുറ്റവാളിയാകുന്നത് വിധി പറയുമ്പോൾ മാത്രമാണ്. അങ്ങനെ നോക്കിയാൽ വിധി പറയുമ്പോൾ മാത്രമാണ്. അത് രാജകുമാർ പറയും നിയമപരമായ തന്നെയുള്ള മറുപടി. ശ്രീ സജി, നമ്മളുടെ കോടതികളിൽ 2 രീതിയിലുള്ള തെളിവുകളാണ് സ്വീകരിക്കപ്പെടുന്നത്. ഒന്ന് ഓറൽ എവിഡൻസ്, 2 ഡോക്യുമെൻ്ററി എവിഡൻസ്. ഓറൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ കുറ്റവാളികളുടെ പങ്ക് വിശദീകരിക്കുന്നതിന് ഡയറക്റ്റ് ഓറൽ എവിഡൻസ് കൊടുക്കാൻ കഴിവുള്ള ആളുകളുടെ മൊഴി. അവർ കോടതിയിൽ ചെന്ന് ആ മൊഴി പറയുന്നത് വരെ ആ മൊഴി സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് അല്ല, ഡോക്യുമെൻ്ററി ആ ഡോക്യുമെൻറ്റിൽ മാത്രം കാണും. 2 ഡോക്യുമെൻ്ററി എവിഡൻസ്. ഈ
മെമ്മറി കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സൈബർ ലോസ് വന്നതിന് ശേഷം ഡോക്യുമെൻ്റായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ആ കുറ്റകൃത്യം നടത്തിയതിന് രേഖാമൂലമായ പതിപ്പായി അത് വരുന്നു. അത് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഇനി ഇതിന് ഉപയോഗിച്ച ഏതെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് മെറ്റീരിയൽ ഓബ്ജക്ട്സ് ആയിട്ട് മാർക്ക് ചെയ്യും. ഞാനും ചോദിച്ച ഡോക്യുമെൻ്ററി എവിഡൻസ് വന്നിട്ടില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഡോക്യുമെൻ്ററി എവിഡൻസ് വന്നല്ലോ. സെക്കൻഡറി എവിഡൻസ് ആയ ഇമേജസ് പോലീസ് റിട്രൈവ് ചെയ്ത് കണ്ടെത്തി അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് മാറും. ശ്രീ സജീദ് എന്തിയാട്ടെ, കോടതി കേസ് ഡയറി പരിശോധിക്കുന്നതും അതുവരെ ലഭ്യമായ തെളിവുകളെ സംബന്ധിച്ചുള്ള പോലീസിൻ്റെ നിഗമനം പരിശോധിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ആ നിഗമനം അതിൽ നിന്ന് വേണ്ടല്ല അവരൊരു ഫൈൻഡിങ്സ് എത്തിയേ. ഇനി താങ്കൾ ഈ വേദിയിൽ പറയുന്നതിനേക്കാൾ എത്രയോ സമർത്ഥമായി പ്രമുഖനായ ഒരു അഭിഭാഷകൻ വളരെ ഹോംവർക്ക് ചെയ്ത് ഇതിൻ്റെ എല്ലാം മറുവാദം പറഞ്ഞല്ലോ. ഇതെല്ലാം കേട്ടിട്ട് ഹൈക്കോടതി ആ കേസിന്റെ ജാമ്യാപേക്ഷ തള്ളുക മാത്രമായിരുന്നില്ല ചെയ്തത്. കോടതിക്ക് അത് മാത്രം ചെയ്യാമായിരുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ സമയത്ത് ആ തെളിവുകൾ സ്വീകരിക്കപ്പെടേണ്ടതാണോ ആക്ട് അപ്പോൺ ചെയ്യേണ്ടതാണോ എന്ന് പറയാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് പോലും ഇല്ല. ഇത് പ്രതിയുടെ കുറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നോ മാത്രം, അത് മാത്രമേ നോക്കാൻ കേസുണ്ടോ എന്ന് മാത്രമേ കോടതി നോക്കുകയുള്ളൂ. മാത്രമല്ല അക്യൂസ്ഡിന്റെ ആർഗ്യുമെന്റ്സ്, അഡ്വക്കേറ്റിന്റെ ആർഗ്യുമെന്റ്സ് കേട്ടതിന് ശേഷം കൂടിയാണല്ലോ, അല്ലാതെ ഏകപക്ഷീയമായിട്ട് പ്രോസിക്യൂട്ടർ പറയുന്നത് കേട്ടല്ല. മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ശ്രീ റഹീം പറഞ്ഞു ഇതിലൊക്കെ ഒരുപാട് പേര് ദുസൂചനകൾ കണ്ടെത്തി, അങ്ങനെയൊക്കെ പോലീസിനെ കുറ്റപ്പെടുത്തി. പോലീസ് തെറ്റ് ചെയ്താൽ കുറ്റം ചെയ്താൽ കുറ്റം എന്ന് പറയും. ആ പറയുന്നതേ ആളുകളെ പോലീസിനെ ഭയന്നിട്ടോ അല്ല പോലീസ് നേരെ ഇതില്ലെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പോലീസ് തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയണം, പോലീസിനെ കറക്റ്റ് ചെയ്യിക്കണം. അതാണ് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ജോലി, പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ടുള്ളവരുടെ ജോലി. ഈ കേസിൽ എത്ര തവണയാ ഇടപെടലുണ്ടായി. ഇപ്പോഴും ഇരയെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ സംസ്ഥാന സർക്കാർ. എന്താ ചെയ്യുന്നത്? PC ജോർജ് MLA നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ടെലിഫോണിൽ നിരന്തരമായി ഇരയെ അവഹേളിക്കുന്നു. വാക്ക് പറയേണ്ട അതിനെ അതിജീവിച്ച് പറയുമ്പോൾ പോലും ഇവിടെ ഒരു നിയമവാഴ്ച നിലവിൽ ഞങ്ങൾ ആരും പറഞ്ഞത് കേസെടുക്കാത്തത്. ഈ രാജ്യത്ത് നിർഭയ ലോസിനെ കുറിച്ച് വാചാലായിട്ട് റഹീം പറഞ്ഞു. നിർഭയ ലോസിന് ശേഷം ഇന്ത്യൻ പീനൽ കോഡിലെ ശക്തമായ അമെന്റ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരയെ എങ്ങനെയൊക്കെ അവഹേളിക്കാനും പാടില്ല. എന്താ നിങ്ങൾ കേസെടുക്കാത്തത്? അദ്ദേഹത്തിൻ്റെതായ ഒരു വിസ്തീർണം വരികയും ചെയ്തിരിക്കുന്നു. അതിൽ അദ്ദേഹത്തോട് കൂടുതൽ വിസ്തീർണം നമുക്ക് ചോദിക്കാവുന്നതാണ്. ഫോണിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒഴിവാക്കണം. തീർച്ചയായും ഉത്തരവാദിത്തമുള്ള സർക്കാർ പോലീസും ഇക്കാര്യങ്ങൾ ഒഴിവാക്കണം. പിന്നെ ദുസൂചന പറഞ്ഞവർക്ക് മാപ്പ് പറഞ്ഞത് പോലീസ് പൾസർ സുനിയെ 6 ദിവസമായിട്ട് പിടിക്കാത്തപ്പോൾ കുറ്റം പറഞ്ഞ കുറ്റമല്ലേ? അതെന്ത് ദുസൂചനയെ? പ്രതിയെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട, അല്ലാതെ പ്രതിയെ പിടിക്കണമെന്നല്ല ആവശ്യപ്പെട്ടത്. നിയമം ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നവരല്ല കുഴപ്പക്കാരാണോ? അതെന്താ? ഫിലിം ചേംബർ സെക്രട്ടറിയും തിയേറ്ററുടമയുമായ അനിൽ തോമസ് കൂടി അദ്ദേഹത്തിലേക്ക്. ശ്രീ അനിൽ തോമസ്, താങ്കളിലേക്ക് ഡി സിനിമാസ് അടച്ചുപൂട്ടാൻ എടുത്തിരിക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് വൈകിയത് താങ്കളിലേക്ക് എത്താൻ. പക്ഷേ അതിനു മുമ്പ് ഈ വിഷയത്തിൽ പൂർണ്ണമായും ദിലീപിനൊപ്പമാണോ ഫിലിം ചേംബർ? ഇല്ല, ഫിലിം ചേംബറിൻ്റെ നിലപാട് ഒരു കാരണവശാലും നമ്മൾ ഈ കേസിൽ ഒരു നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് പ്രഖ്യാപിക്കാൻ ഞാൻ ആളുമല്ല. ഇത് വ്യക്തമായിട്ട് ഇന്ന് ഇവിടെ പ്രതികരിക്കാൻ വന്നത് ഡി സിനിമാസ് എന്ന് പറഞ്ഞ സ്ഥാപനം പൂട്ടിയത് അത് അൺലോഫുൾ മീൻസിലൂടെ പൂട്ടി എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് തെറ്റായ ഇതാണ്. ഒരു കേസ് ഇവിടെ നടക്കുന്നു, ഇവിടെ എല്ലാവരും ഡെയിലി ഇവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്, പല വിശകലനങ്ങളും നടക്കുന്നുണ്ട്, ദിലീപിനെ പറ്റിയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിലേക്ക് ലിങ്ക് ചെയ്യപ്പെടാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വത്തും കാര്യങ്ങളും പല കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് വേറൊരു രീതിയിൽ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്ന ലെവലിലേക്ക് പോയപ്പോൾ അത് തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ പ്രതികരിക്കാൻ വന്നത്. അത് ഇവിടെ രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഡി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, അതായത് ഒരു 4-5 സർട്ടിഫിക്കറ്റുകൾ കമ്പൈൻഡായിട്ട് കിട്ടുമ്പോഴാണ് ഒരു തിയേറ്ററിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലൈസൻസ് കിട്ടേണ്ടത്. 2014 തൊട്ട് 2017 വരെ ഇഷ്യൂ ചെയ്ത ലൈസൻസ് ഈ നാൾ വരെ ഒരു പ്രശ്നമില്ലാതെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കേസ് വന്നതിന് ശേഷം ഇതുപോലെ ഒരു കാര്യം കുത്തിപ്പൊക്കി അത് അന്വേഷണ വിധേയമാക്കി വിജിലൻസ് അന്വേഷണം കാര്യങ്ങളുമൊക്കെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചത് ചാലക്കുടി നഗരസഭയുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഡയറക്റ്റ് ഉയർന്നു വന്നതല്ല. ഇത് 2 കൊല്ലം മുമ്പ് മാതൃഭൂമി ന്യൂസ് തന്നെ അതുമായി ബന്ധപ്പെട്ട അനധികൃതമായി ഭൂമി കയ്യേറിക്കൊണ്ടാണ് തിയേറ്റർ നിർമ്മിച്ചതെന്ന വാർത്ത ഞങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. അതുമേൽ പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. അന്നത്തെ ജില്ലാ കളക്ടർ അതിനെ ന്യായീകരിക്കുകയും ചെയ്തു. അന്വേഷണം ഉണ്ടായില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ വാർത്ത ഇപ്പോഴുണ്ടായതാണ് എന്ന രീതിയിൽ താങ്കൾ പറയരുത്. ഒരുപക്ഷെ അന്വേഷണം ഇതിന്റെ ചുവട് പിടിച്ചായിട്ടായിരിക്കാം ഉണ്ടായിട്ടുള്ളത്. താങ്കളിലേക്ക് വരാം ശ്രീ PC ജോർജ്.